സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കടുത്ത നടപടികളുമായാണ് കോർപ്പറേഷൻ മുന്നോട്ടു പോകുന്നത്. ഡബിൾ ഡ്യൂട്ടി നിർത്തലാക്കിയതിനെ തുടർന്ന് മെക്കാനിക്കൽ വിഭാഗം നടത്തിവരുന്ന സമരത്തിൽ വിട്ടുവീഴ്ചകൾക്കില്ലെന്ന് KSRTC MD രാജമാണിക്യം IAS വ്യക്തമാക്കി. മെക്കാനിക്കൽ തൊഴിലാളികൾ ബസ്സുകളുടെ സർവീസ് നടത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്വകാര്യ സർവീസ് സെന്ററുകളിലേക്ക് ബസ്സുകൾ അയക്കാൻ കോർപ്പറേഷൻ ഒരുങ്ങുകയാണെന്ന് MD പറഞ്ഞു. ടാറ്റയുടെയും ലൈലാൻഡിന്റെയും സർവീസ് സെന്ററുകളുമായാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. വാഹനങ്ങൾ സർവീസ് ഡിപ്പോകളിൽ നിന്ന് പുറത്തെടുക്കാൻ സമരം ചെയ്യുന്ന തൊഴിലാളികൾ വിസമ്മതിച്ചാൽ പോലീസ് നടപടി സ്വീകരിക്കും. ജോലിക്കെത്താത്ത മെക്കാനിക്കൽ എംപാനൽ വിഭാഗം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള കടുത്ത തീരുമാനത്തിന് പുറമെയാണ് ഈ നടപടി. ഇന്നലെ ഗതാഗത മന്ത്രിയുമായി അംഗീകൃത സർവീസ് സംഘടനകൾ നടത്തിയ ചർച്ചയിൽ ഡ്യൂട്ടി പാറ്റേണിലടക്കം മാറ്റം വരുത്തി തീരുമാനമായിരുന്നു. CITയും TDFും ഇത് അംഗീകരിച്ചപ്പോൾ മറ്റു തൊഴിലാളി സംഘടനകൾ തീരുമാനം തള്ളുകയായിരുന്നു. KSRTCയുടെ പ്രതിസന്ധിയെക്കുറിച്ച് പഠിച്ച സുശീൽ ഖന്ന കോർപ്പറേഷന് ജീവനക്കാർ എടുത്തുവരുന്ന ഡബിൾ ഡ്യൂട്ടി വൻ ബാധ്യതയായി ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ കർശന നടപടി. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.